ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4 കഥകളടങ്ങിയ അജീബ് ദസ്താൻസ് എന്ന മൂവിയിലെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ കഥയുടെ പേര് കിലോന എന്നാണ്, എന്ന് വെച്ചാൽ കളിപ്പാട്ടം. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ മീനൽ എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ കുഞ്ഞു സഹോദരി ബിന്നിയെയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരു തെരുവിലെ ചെറിയ കുടിലാണ് താമസിക്കുന്നത്. എന്നാൽ അവിടെ പലപ്പോഴും ഇലക്ട്രിസിറ്റി കിട്ടാറില്ല. അവരുടെ ഇലക്ട്രിസിറ്റിയും അവിടെയുള്ളവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മീനൽ തന്റെ കുഞ്ഞനുജത്തി ബിന്നിയെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വലിയ വലിയ ആൾക്കാരുടെ വീട്ടു ജോലിക്ക് പോകാറുണ്ട്. ആ ആൾക്കാരുടെയൊക്കെ വീട്ടില് തുണി തേക്കുന്ന ജോലിയായിരുന്നു സുശീലിനുണ്ടായിരുന്നത്. മീനലും സുശീലും രഹസ്യമായിട്ട് പ്രണയിക്കുന്നുണ്ട്. എന്നാൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഇവരുടെ പ്രണയത്തെ പറ്റി അറിയില്ല. സൊസൈറ്റിയിലുള്ള പുതിയ സെക്രട്ടറി വിനോദാകട്ടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അനാവശ്യമായിട്ട് ആര് സ്ത്രീകളോടൊന്നും സംസാരിച്ചു കൊഴിഞ്ഞു നിൽക്കാൻ പാടില്ല എന്ന്. മീനൽ ഇപ്പൊ ജോലി ചെയ്യുന്നത് ആബ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലാണ്. അവരാകട്ടെ കുറച്ച് നാളുകളായിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് ഇതുവരെയും കുട്ടികൾ ഉണ്ടായിട്ടില്ല. അത് കാരണം മറ്റു കുട്ടികളെ കാണുമ്പോൾ അവർക്ക് അവരെ കൊഞ്ചിക്കാനൊക്കെ തോന്നാറുണ്ട്. ബിന്നിയും അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ബിന്നിക്ക് നല്ല ആഹാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില നേരത്ത് മീനല് അവളെ വഴക്ക് പറയുന്ന പോലെയും അടിക്കുന്ന പോലെയൊക്കെ കാണിക്കും. അപ്പോൾ ഈ ആബ അവളെ വിളിച്ചുകൊണ്ടുപോയി അവൾക്ക് ആഹാരം കൊടുക്കും. ഇതെല്ലാം അവരുടെ പ്ലാനിംഗ് ആയിരുന്നു. ചില്ലറ ഉടായ്പൊക്കെ മീനലിന്റെ കയ്യിലുണ്ട്. ഇവരറിയാതെ ഇവരുടെ ഡ്രസ്സ് മോഷ്ടിച്ചുകൊണ്ട് പോകും. ചിലപ്പം ആ ഡ്രസ്സിന്റെ ഇടയ്ക്ക് നിന്ന് കിട്ടുന്ന ക്യാഷ് എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്യും. തന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി പോയി അതൊന്ന് ശരിയാക്കുന്നതിനെ പറ്റി ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്ന് ആബയോട് മീനല് ചോദിക്കുമ്പോൾ ആബ പറയും, ഇവിടെ അടുത്താണ് ഇപ്പോൾ പുതിയ സെക്രട്ടറി താമസിക്കുന്നത്, വിനോദ് അഗർവാൾ എന്നാണ് അയാളുടെ പേര്, നീ അയാളോട് പോയി ചോദിക്കാൻ. അയാളുടെ വൈഫ് പ്രഗ്നന്റ് ആണ്. അങ്ങനെ പോകുന്ന വഴി അവൾ വിനോദിനെ കാണുന്നുണ്ട്. അയാൾ ജസ്റ്റ് ഇവളെ ഒന്ന് നോക്കിയിട്ട് പോകുന്നു. സീൻ അവിടെ കട്ടായിട്ട് കുറെ പ്രസന്റിലേക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ഈ മീനില് പോലീസ് സ്റ്റേഷനിലിരുന്ന് കരയുകയാണ്. ഈ വിനോദ് അഗർവാളിന്റെ വീട്ടില് എന്തോ ഒരു ക്രൈം നടന്നിരിക്കുന്നു. അതിന്റെ പേരിൽ പോലീസുകാര് മീനലിനെയും ബിന്നിയെയും എല്ലാം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നടന്ന ആ ക്രൈം നീയാണോ ചെയ്തതെന്നാണ് പോലീസുകാര് അവളോട് ചോദിക്കുന്നത്. താനൊന്നും ചെയ്തിട്ടില്ല, താനൊരു പാവമാണ്, തന്റെ കുഞ്ഞനുജത്തിയെ സ്കൂളിൽ അഴിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ അവള് പറയുന്നു. എന്നാൽ പോലീസുകാർ അതൊന്നും കേൾക്കുന്നില്ല. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. മീനലും ബിന്നിയും തങ്ങളുടെ ചെറിയ വീട്ടിലും സന്തോഷത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സുശീൽ അവിടെ രാത്രിയിൽ കിടക്കാൻ വരും. സുശീൽ അവളോട് പറയുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നിരുന്ന് കാര്യം പറയാൻ വരണ്ട, അവര് മിക്കവാറും എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന്. നമ്മൾ തമ്മിലുള്ള പ്രണയം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, അവിടെ പരസ്യമായിട്ട് ഒന്ന് സംസാരിച്ചാൽ അവരെന്നെ വഴക്ക് പറയും. നീ ആരെ ഇത്ര പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതാ വിനോദ് അഗർവാളിനെയാണെന്ന്. അയാൾ പുതിയ സെക്രട്ടറിയാ, അയാളെ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. കഥ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുന്നു. വിനോദ് അഗർവാളിന്റെ വീട്ടിൽ നടന്ന ക്രൈമിന്റെ പേരിൽ സുശീലിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. സുശീലിനെ മീനലിനെയായിരുന്നു പോലീസുകാർക്ക് സംശയം. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. ഒരു ദിവസം സുശീലിന്റെ അടുത്ത് മീനൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിനോദ് അഗർവാൾ അവിടേക്ക് വരുന്നു. അവളാകട്ടെ അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ആബ എന്ന് പറയുന്ന ലേഡി കുഞ്ഞിനുള്ള സെറ്റർ തയ്യാറാക്കുന്നെന്ന് ചോദിക്കുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എന്റെ വൈഫിന് സർപ്രൈസ് ആയിട്ട് അത് കൊടുക്കാൻ വെച്ചിരുന്നതാ. അത് സാരമില്ല, ഞാൻ ആരോടും പറയില്ല എന്ന് അവള് പറയുന്നു. അതുകൂടാതെ തന്റെ അനുജത്തിയെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചുകൂടി ജോലിയുടെ ആവശ്യമുണ്ട്, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വീട്ടില് ജോലിക്കാരെ ആവശ്യമുണ്ടോ എന്ന് അവള് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ വന്നുകൊള്ളാൻ വിനോദ് പറയുന്നു. വിനോദിന് ഇവളുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. ഇയാളെ സോപ്പിട്ട് തന്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാമെന്ന് വിചാരിച്ചാണ് അവൾ ആ ജോലിക്ക് ഓക്കെ പറഞ്ഞത്. പക്ഷെ സുശീലിന് അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ പലപ്പോഴും ബിന്നി ഉറങ്ങിക്കഴിയുമ്പം സുശീലും മീനലും സെക്സിൽ ഏർപ്പെടും. മീനലിന് പൊതുവെ അവിടുത്തെ വലിയ വലിയ ലേഡീസിനോടെല്ലാം തന്നെ പുച്ഛമായിരുന്നു. ഒരാൾക്ക് സ്വന്തമായിട്ട് കുട്ടികളില്ല, മറ്റുള്ളവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റർ തയ്ച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് സ്വന്തമായിട്ട് കുട്ടി ജനിക്കാൻ പോകുന്നു, എന്നാൽ കുട്ടിയേക്കാൾ കൂടുതൽ ആ സെറ്റർ കിട്ടാൻ പോകുന്ന സർപ്രൈസ് ആണ് അവർക്ക് വലുത്. നമ്മളെപ്പോലുള്ള പാവങ്ങളോട് അവർക്കൊന്നും പുച്ഛമാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുമായിട്ട് ഒരു നല്ല ബന്ധവും നമുക്കുണ്ടാകില്ല. നീ വിനോദ് അഗർവാളിന്റെ വീട്ടിൽ എന്തിനാ ജോലിക്ക് പോകാൻ സമ്മതിച്ചെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ടാ. അയാൾ വെറുതെ എന്നെ നോക്കത്തേ ഉണ്ടായിരിക്കും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അയാളുടെ വൈഫ് എന്തായാലും അയാളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ അവൾ പിറ്റേന്ന് മുതൽ വിനോദിന്റെ വീട്ടിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. വിനോദിന്റെ വൈഫുമായിട്ട് നല്ല സൗഹൃദത്തിലായി. ബിന്നിയും ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അവരോട് സംസാരിച്ച് വിനോദിനെ കൊണ്ട് ഇലക്ട്രിസിറ്റി തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിന് ഒരു തീരുമാനമാക്കാൻ അവൾ ശ്രമിക്കുന്നു. വിനോദിന്റെ വൈഫ് താൻ ആ കാര്യം വിനോദിനോട് പറയാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. വീട്ടിൽ വിനോദ് ഉള്ളപ്പോഴെല്ലാം തന്നെ വിനോദിന്റെ കണ്ണ് മീനലിലായിരുന്നു. അവിടെ ഉണ്ടാക്കുന്ന നല്ല ആഹാരങ്ങളിൽ ഒരു പങ്ക് ബിന്നിക്കും കിട്ടിയിരുന്നു. ബിന്നിയും മീനലും ഒരുമിച്ച് ആ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്നതും നമുക്ക് കാണാം. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ സുശീലിനെ അവര് ക്രൂരമായി മർദ്ദിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഒരു പോലീസുകാരി വന്ന് മീനലിനോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ ചെയ്ത കാര്യങ്ങൾ തുറന്നു പറയുന്നതാ നല്ലത്, അല്ലെങ്കിൽ ആ സുശീലിന്റെ മാത്രമല്ല ഇനി ബിന്നിയുടെ കരച്ചിലും കേൾക്കും. എന്നാൽ അവള് പറയുന്നു താൻ ഒന്നും ചെയ്തിട്ടില്ല, മിക്കവാറും ആ ആബയായിരിക്കും ചെയ്തതെന്ന്. കുട്ടികളുണ്ടാകത്തിന്റെ പേരിൽ അവർക്ക് ഓൾറെഡി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിനോദിന്റെ വൈഫിനോട് അവർക്ക് അസൂയ ഉണ്ടായിരുന്നു, കാരണം അവർക്കൊരു കുഞ്ഞുണ്ടായല്ലോ. ഇപ്പോ കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. ഒരു ദിവസം വിനോദിന്റെ വൈഫിനെ കാണാൻ ആബ വന്നിട്ടുണ്ടായിരുന്നു. കുറെ സെറ്ററും കൊണ്ടു കൊടുക്കുന്നു. എന്നാൽ ആബയാകട്ടെ മീനലിനോട് ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടിലെ ജോലി വിട്ടിട്ട് നീ വിനോദിന്റെ വീട്ടിലെ ജോലിക്ക് വന്നല്ലേ? എന്നാൽ മീനല് അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇവിടുത്തെ മേഡം പ്രഗ്നന്റ് അല്ലേ, അപ്പൊ ആ മേഡത്തിനല്ലേ കൂടുതൽ
കൂടുതൽ പരിചരണം നൽകേണ്ടത്. ആബ മാഡം പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഞാൻ അവിടെ വന്നുകൊള്ളാം. അവൾ അങ്ങനെ എടുത്തടിച്ച പോലെ ഇവരുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് ആബയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം താനിപ്പോഴും പ്രഗ്നന്റ് ആകാതിരിക്കുന്നതിന്റെ പേരിൽ അവളെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതാണെന്ന് ആബയ്ക്ക് തോന്നി. പിന്നീടൊരു ദിവസം വിനോദിന്റെ വൈഫ് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് മീനിലാകട്ടെ കണ്ണൊക്കെ നിറച്ചുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് വന്നിരുന്ന നല്ല കുഞ്ഞ് നല്ല സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. ഇതെല്ലാം ഉടായ്പാണെന്ന് ബിന്നിക്കറിയാം. ബിന്നിയാകട്ടെ കുഞ്ഞിനെ കളിപ്പിച്ച് അതിന്റെ കളിപ്പാട്ടമൊക്കെ വെച്ച് എപ്പോഴും അതിന്റെ അടുത്തുണ്ടാകും. അന്ന് രാത്രിയിൽ ബിന്നിയാകട്ടെ മീനലിനോട് ചോദിക്കുന്നുണ്ട്, രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ സുശീലും നീയും ചേർന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന്. ഒന്നും ചെയ്യില്ലാന്ന് അവള് പറയുമ്പോൾ, നീ എന്നോട് കള്ളം പറയണ്ട, ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഉറങ്ങാറില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിനക്കും ആ വീട്ടിലെ മാഡത്തിന്റെ കുഞ്ഞിനെ പോലൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹമുണ്ടോ, അതുകൊണ്ടല്ലേ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മീനിൽ പറയുന്നു. എനിക്ക് അങ്ങനെ കുഞ്ഞിനെ ഒന്നും വേണ്ട. അവരെ സംബന്ധിച്ച് അവർക്ക് ആ കുഞ്ഞ് വെറും ഒരു കളിപ്പാട്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് കൊഞ്ചിക്കാൻ മാത്രം അതിനെ എടുക്കും, അല്ലാതെ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കണം. അതിന്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ ഞാൻ വേണം, അല്ലാതെ അതൊന്നും അവർ ചെയ്യില്ല. വെറുതെ കൊഞ്ചിക്കാൻ മാത്രം എടുത്തോണ്ട് പോകും. അങ്ങനെ ഒരു ദിവസം വിനോദിന്റെ വൈഫ് പുറത്തു പോയിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ വിനോദിന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് അവര് പോകുന്നത്. ആ സമയത്ത് മീനലും ബിന്നിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മീനൽ തുണി വരിച്ചിടാൻ മുകളിലേക്ക് പോയ സമയത്ത് ഇയാളാകട്ടെ അവളുടെ പിറകെ പോകുന്നു. ബിന്നിയാകട്ടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ അവളോട് മോശമായി പെരുമാറുകയാണ്. നിനക്ക് ഇലക്ട്രിസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ കൂടെ സെക്സ് ചെയ്യണമെന്ന് പറയുന്നു. എന്നാൽ അവൾ അതിന് വഴങ്ങുന്നില്ല. അയാൾ അവളെ ബലമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ബിന്നിയും കാണുന്നു. അവള് കരഞ്ഞുകൊണ്ട് ബിന്നിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ കാര്യങ്ങളെല്ലാം തന്നെ സുശീലിനോട് അവൾ പറയുന്നുണ്ട്. സുശീലിന് അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് വിനോദ് അവിടേക്ക് വന്നിട്ട് സുശീലിനെ വഴക്ക് പറയുന്നു. നീ കണ്ട സ്ത്രീകളോട് സംസാരിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മീനലിനോടുള്ള ദേഷ്യം അയാൾ സുശീലിനോട് തീർക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആൾക്കാർ ഓടിക്കൂടി. അപ്പോഴേക്കും അയാൾ അയാളുടെ ടോണങ്ങ് മാറ്റി. ഇപ്പൊ നടന്നൊക്കെ മറന്നേക്ക്, വൈകുന്നേരം രണ്ടുപേരും ഫംഗ്ഷനിൽ വരണമെന്നും അവിടെ ഒരുപാട് ജോലിയുണ്ടെന്നും പറയുന്നു. അവരുടെ കുഞ്ഞു ജനിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ ഫംഗ്ഷൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വീട്ടിലെത്തിയ അവളാകട്ടെ കരഞ്ഞുകൊണ്ടിരുന്നാണ് ആഹാരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബിന്നി വന്ന് അവളെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിച്ച് അവളുടെ വിഷമമൊക്കെ മാറ്റി. അങ്ങനെ രാത്രിയായപ്പോ പാർട്ടി ആരംഭിച്ചു. കുഞ്ഞിനെ അവിടെയുള്ളവർ മാറി മാറി എടുക്കുകയായിരുന്നു. ആബയും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. സുശീല് പാർട്ടിയിലേക്ക് വന്നെങ്കിലും മനസ്സിലുള്ള ദേഷ്യം കാരണം അവൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ നിന്നില്ല. ആരും കാണാതെ അവിടെ ഇരുന്നൊരു മദ്യക്കുപ്പി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അതും കുടിച്ച് നടന്നു പോകുന്ന വഴിക്ക് ദേഷ്യത്തില് അത് ട്രാൻസ്ഫോമറിലേക്ക് എടുത്തെറിഞ്ഞു. ഇവിടെ പോലീസുകാരോട് അവൻ പറയുന്നുണ്ട് താൻ ആ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. ട്രാൻസ്ഫോമറിലേക്ക് കുപ്പി എറിഞ്ഞു, അല്ലാതെ വേറെ ഒരു ക്രൈമും താൻ ചെയ്തിട്ടില്ല. ആ ഒരു സംഭവം കാരണം അവിടെ കറണ്ട് പോയി. കറണ്ട് പോയപ്പോഴേക്കും ആ വീട്ടിലുള്ള എല്ലാവരും കുഞ്ഞിനെ തിരയാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ കൈമറിഞ്ഞ് കുഞ്ഞ് എങ്ങോട്ട് പോയെന്ന് അറിയില്ല. കുഞ്ഞിനെ ലാസ്റ്റ് ആയിട്ട് തൊട്ടിലിൽ കിടത്തിയിരുന്നതാണ്. പക്ഷെ അവിടെയും കുഞ്ഞില്ല. അങ്ങനെ എല്ലാവരും കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. വിനോദ് പോയി നോക്കുമ്പോൾ കാണുന്നത് കിച്ചണില് വലിയൊരു കുക്കർ ഇരിക്കുന്നതാണ്. എന്നാൽ ആ കുക്കർ ചുറ്റുമ്പോൾ പുറത്തേക്ക് വരുന്നത് വെള്ളമായിരുന്നില്ല, ചോരയായിരുന്നു. അതായത് ആ കുഞ്ഞിനെ ആരോ കുക്കറിലിട്ട് വേവിച്ചിരിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു. പോലീസുകാരെ മീനലിനെ സുശീലിനെയും ബിന്നിയും എല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്തത് ഈ കുഞ്ഞിന്റെ മരണത്തെ അനുബന്ധിച്ചിട്ടാണ്. ആരാണ് കുഞ്ഞിനെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ മീനല് പറയുന്നുണ്ട് ആബയായിരിക്കുമെന്ന്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം അവർക്കുണ്ടായിരുന്നു. പലരോടും അസൂയും ഉണ്ടായിരുന്നു. അവര് തന്നെയാ കുഞ്ഞിനെ കൊന്നത്. അങ്ങനെ പോലീസുകാര് ആബയെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്നാൽ ആബ ചില കാര്യങ്ങൾ പോലീസുകാരോട് തുറന്നു പറയുകയാണ്. അത് കേട്ട് ഞെട്ടിത്തെറിച്ച പോലീസുകാരാകട്ടെ ഓടി വന്ന് ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ബാഗ് എവിടെയെന്ന്. ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതില് ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ കളിപ്പാട്ടം നീ എന്തിനാ എടുത്തെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അതവരുടെ കുഞ്ഞല്ല, അതവരുടെ കളിപ്പാട്ടമാണെന്ന്. അതിനർത്ഥം ആ കുഞ്ഞിനെ കുക്കറിലിട്ട് അടിച്ചു കൊന്നത് ബിന്നിയാണ്. അവിടെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.